ഇറ്റ് ഈസ് മൂവ്മെന്റ്സ് ആണ്. പല രീതിയിലുള്ള മൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. കുറെ കൺസർവേഷനിസ്റ്റ്, ഈ പ്രകൃതി സംരക്ഷകർ എന്നൊക്കെ പറയില്ലേ, കുറെ ആളുകൾ ചേർന്നിട്ട് എന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ ഇപ്പൊ മരം ഇങ്ങനെ വെട്ടി നശിപ്പിക്കുന്നത് വരുമ്പോ ആളുകള് ഇങ്ങനെ എല്ലാരും ഒത്തുകൂടിയിട്ട് ഈ മരങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഒത്തുകൂടിയ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് ചിപ്കോ മൂവ്മെന്റ്. ഏത് മൂവ്മെന്റ് ആണ്? ചിപ്കോ മൂവ്മെന്റ്. ഉണ്ടല്ലേ? ഇറ്റ് ഈസ് ചിപ്കോ മൂവ്മെന്റ് ആണ്. ഏത് വർഷത്തിലാണ് ചിപ്കോ മൂവ്മെന്റ് വന്നത്? 1973-ലാണ്. 1973-ലാണ് കുറച്ച് പ്രകൃതി സംരക്ഷകരെല്ലാം കൂടെ ആ നാട്ടിലത്തെ ആളുകള് കൂടിയിട്ട് ഈ ഒരു മൂവ്മെന്റ് കൊണ്ടുവന്നത്. ഏതാണ് പ്ലേസ്? ഇറ്റ് ഈസ് ചമോലി ഡിസ്ട്രിക്റ്റിലാണ് അല്ലെ? ലേറ്റർ അറ്റ് ടെഹ്രി ഗർവാൾ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തർഖണ്ഡ് അല്ലെ? ഈ ചമോലി ഡിസ്ട്രിക്ട് ആൻഡ് ടെഹ്രി ഗർവാൾ ഡിസ്ട്രിക്ട്, ഈ രണ്ട് ജില്ലകൾ ഉത്തരാഖണ്ഡിലുള്ള ചമോലി ഡിസ്ട്രിക്റ്റിലും ആൻഡ് ടെഹ്രി ഗർവാൾ ഡിസ്ട്രിക്ട് ഓഫ് ഉത്തരാഖണ്ഡിലുമാണ് ഇങ്ങനെ മരങ്ങളെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞ് എല്ലാവരും ഈ മരങ്ങളെ ചുറ്റിനും ഒത്തുകൂടിയത് നിങ്ങൾ ഈ ചിത്രത്തിൽ കണ്ടില്ലേ? ആ ഒരു മരം നശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഏതൊക്കെ ഡിസ്ട്രിക്ട്? ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു ചിപ്കോ മൂവ്മെന്റ് ഉണ്ടായിരുന്നത് കേട്ടോ. ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലാണ്? ഇറ്റ് ഈസ് ചമോലി ഡിസ്ട്രിക്ട് ആൻഡ് ടെഹരി ഗർവാൾ ഡിസ്ട്രിക്ട്. ഓക്കെ, ഇനി ഈ ഒരു ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അല്ലെ. With the conclusion of the Sino-Indian border conflict in 1963, Indian state of Uttar Pradesh experienced growth in development, especially in the rural Himalayan regions. എന്ന് വെച്ചാല് ഈ സിനോ ആൻഡ് ഇന്ത്യൻ ബോർഡറില് സംഘർഷം അനുഭവപ്പെട്ടു. ആ ഒരു ടൈമില്, ഏത് ടൈമിലാണ്? 1963 ആ ഒരു വർഷം സിനോ ഇന്ത്യൻ ബോർഡറിൽ ഒരു സംഘർഷം അനുഭവപ്പെട്ടത്. ആ ഒരു വർഷമാണ് നമ്മുടെ ഉത്തർപ്രദേശ് എന്ന നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് ആ ഒരു സമയത്താണ് വികസനം രൂപീകരിക്കപ്പെട്ടത്. എന്തൊക്കെ രീതിയിൽ? ഈ ഒരു വികസനം എന്ന് പറയുന്ന അർബൻ ഏരിയാസിൽ മാത്രമല്ലായിരുന്നു. ഏത് ഏരിയാസിലും കൂടിയാണ്? റൂറൽ ഹിമാലയൻ റീജിയൻസിനും കൂടുതൽ മാറ്റം വന്നു. ഓക്കെ, ആൻഡ് ഇന്റീരിയർ റോഡ്സ് ബിൽറ്റ് ഫോർ ദ കോൺഫ്ലിക്ട് attracted many foreign-based logging companies that sought access to the region's vast forest region. എന്ന് വെച്ചാലേ ഇവിടെ ഈ ഡെവലപ്മെന്റ് വരുമ്പോ, സാധാരണ നിങ്ങൾക്ക് അറിയാം, ഡെവലപ്മെന്റ് വരികയാണ്, അവിടെ റോഡ് വരും, പിന്നെ വെഹിക്കിൾസിന്റെ എണ്ണം കൂടും, പിന്നെ അവിടെ ട്രേഡ് ആയി, പിന്നെ വേറെ റീജിയൻസിലുള്ള ആളുകള് അല്ലെ ഇവിടെ വന്നിട്ട് ട്രേഡ് നടത്തും അല്ലെ. പിന്നെ ഫുള്ള് മാർക്കറ്റ് ഏരിയാസ് ആയി, പിന്നെ എക്സ്പോർട്ടായി, ഇമ്പോർട്ടായി, ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടും. അതൊക്കെ ആയില്ലേ. അങ്ങനെ ഉത്തർപ്രദേശിൽ ഇങ്ങനെ റോഡ്സ് ഒക്കെ പെട്ടെന്ന് വന്നു. പിന്നെ എന്തൊക്കെ ഉണ്ടായി? അവിടെ വേറെ രാജ്യത്തുള്ള ആളുകള്, ഈ ട്രേഡ് നടത്തുന്ന ആളുകള്, പോർച്ചുഗീസ്, അങ്ങനെ പല രീതിയിലുള്ള ആളുകള്, നമ്മളെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന പോലെ ഉത്തർപ്രദേശിലും പല ഇംഗ്ലീഷ് രാജ്യങ്ങളിൽ നിന്ന് ട്രേഡ് നടത്താൻ വേണ്ടി വന്നു എന്നാ പറയുന്നത്, ഈ റൂറൽ ഏരിയാസിലേക്ക്. എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഫോറസ്റ്റ് റിസോഴ്സസിന് വേണ്ടിയിട്ടാന്ന് പറയുന്നുണ്ട്. ഓക്കെ, although the rural villages depended heavily on the forest. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ ഗ്രാമത്തിലുള്ള ആളുകൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിലാണ്? ഈ കാടുകളിൽ നിന്നാണ് അവർക്ക് എന്ത് കിട്ടുക? ഈ പഴങ്ങളും ഒക്കെ ശേഖരിച്ചിട്ടാണ് അവരുടെ ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അന്നന്ന് ഉള്ള ദിവസങ്ങളില് അവർക്ക് അവരുടെ ആഹാരം എന്ന് പറയുന്നത് എന്താ? കാടുമായിട്ട് ഇടപഴകി ജീവിക്കുന്നവരാണ് റൂറൽ ഏരിയാസ് എന്ന് നമുക്കറിയാം അല്ലെ, ഗ്രാമത്തിലുള്ള ആളുകള്. അപ്പോ ആ ഒരു ഇതിന് എന്തെങ്കിലും ഒരു താളം തെറ്റിയാൽ അവരുടെ ജീവൻ തന്നെ ആപത്താണ് അല്ലെ. അപ്പോ നോക്കുക, എന്നിട്ട് the rural villages depended heavily on forests for sustenance, both directly for food and fuel. അല്ലെ, ഫുഡിന് വേണ്ടിയിട്ടാണെങ്കിലും ഫ്യൂവലിന് വേണ്ടിയിട്ടാണെങ്കിലും അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോറസ്റ്റിനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ മക്കളെ. for service such as water purification and soil stability. അല്ലെ, വാട്ടർ പ്യൂരിഫിക്കേഷനും സോയിൽ സ്റ്റെബിലിറ്റി എല്ലാ തരത്തിലുള്ള ഇതിനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഫോറസ്റ്റിനെയാണ്. ഓക്കെ, the government policy prevented the villagers from managing the lands and denied them access to the lumber. എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് സർക്കാർ ഒരു പോളിസി ഇറക്കി, ഈ വില്ലേജസിനെ ഈ ഒരു ഫോറസ്റ്റ് ഏരിയ അവരിനി കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, ഗവൺമെന്റിന്റെ ഒരു ഭരണമായി അവിടെ. ഓക്കെ,
ആൻഡ് ഡിനൈഡ് ദം ആക്സസ് ടു ലംബർ. എന്ന് വെച്ചാൽ ഇനി അവിടെയുള്ള ഫോറസ്റ്റ് റിസോഴ്സസിന് മേലെ ഒരു അധികാരവും ഈ ഗ്രാമവാസികൾക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഈ ഒരു ഗവൺമെന്റ് എന്തായി അതിന്റെ മുകളിൽ അധികാരം സ്ഥാപിക്കുകയും ഈ ഗ്രാമവാസികൾക്ക് ആ ഒരു റിസോഴ്സസിന് മേലുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ഉണ്ടായത് കേട്ടോ മക്കളെ. നെക്സ്റ്റ്, മെനി ഓഫ് ദ കൊമേഴ്ഷ്യൽ ലോഗിംഗ് എൻഡവേഴ്സ് വെയർ മിസ്മാനേജ്ഡ് ആൻഡ് ക്ലിയർ കട്ട് ഫോറസ്റ്റ് ലെഡ് ടു ലോവർ അഗ്രികൾച്ചർ yields. അങ്ങനെ മെയിൻ ആയിട്ട് ഈ സർക്കാർ ഈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവില്ലേ, പുറമേ നിന്ന് വരുന്ന ഫോറിനേഴ്സ് ഇവിടെ ഫോറസ്റ്റ് ഏരിയസിൽ ട്രേഡ് നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ മക്കളെ ഈ ഗ്രാമവാസികൾക്ക് മേലെ ഒരു നിഷേധ അല്ലെ അവിടെ ഒരു റിസ്ട്രിക്ഷൻസ് അവരിട്ടത്. എന്ന് വെച്ചാല് ഇവർ കൂടുതൽ പ്രൊട്ടക്ട് ചെയ്താണെങ്കിൽ എന്താവില്ല, ഈ ട്രേഡേഴ്സിന് അവിടെ ട്രേഡ് നടത്തിയിട്ട് പോകാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ ഒരു ഗവൺമെന്റിന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. ഇവർ കൂടുതൽ പൈസ ഓഫർ ചെയ്യുമ്പോൾ അല്ലെ ഏത് ഫോറസ്റ്റ് ഏരിയ ആയിക്കോട്ടെ അവിടെ അവര് എന്തായിക്കോട്ടെ നാവിഗേറ്റ് ചെയ്തോട്ടെ, ട്രേഡ് ചെയ്തോട്ടെ എന്നൊരു അവസ്ഥയായിരിക്കും അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള ഇതൊരു ട്രേഡ് നടത്തുമ്പോൾ അവിടെയുള്ള ഗ്രാമവാസികൾക്ക് എന്തൊക്കെ എഫക്ഷൻ ആണ് ഉണ്ടാവുന്നത് നോക്കിയാലോ. ഇറ്റ് ഈസ് മെയിൻലി ലോവറിങ് ദ അഗ്രികൾച്ചറൽ yields അല്ലെ. അവിടെയുള്ള കൃഷി സ്ഥലങ്ങളെ അത് കൂടുതലായിട്ട് ബാധിക്കുന്ന പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഇറോഷൻ. പിന്നെ ആ സോയിൽ എന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യും, പലതരത്തിലുള്ള ട്രേഡ് നടത്തുമ്പോൾ അവിടെ അതെന്ത് ചെയ്യും, മുഴുവനായിട്ട് നശിക്കപ്പെടും. പിന്നെ ഡിപ്ലീറ്റഡ് ദ വാട്ടർ റിസോഴ്സസ്. അവിടെയുള്ള ഫാക്ടറീസ് ഒക്കെ നിർമ്മിച്ചിട്ട് അവിടെയുള്ള തടാകങ്ങൾ, പുഴകൾ, നദികൾ ഒക്കെ വേസ്റ്റ് ഇട്ടിട്ട് ആ ഫാക്ടറീസ് പോയിസണസ് ഗ്യാസ് ഒക്കെ ഒഴുകിയിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കും. ആ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കും. നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും മക്കളെ. അടുത്തുള്ള തോടുകള്, പുഴകള് ഈ ആളുകൾ വേസ്റ്റ് ഇട്ട് നശിപ്പിക്കുകയാണ്. അവർക്കറിയാത്താണോ ഈ വെള്ളം യൂസ് ചെയ്തിട്ടാണ് അവരും ജീവിക്കുന്നത്? അവർക്ക് അറിയാം അല്ലെ. എന്നിട്ടും അവര് മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിച്ച് അവിടെ വലിയ ആളാന്നുള്ള കണ്ടിട്ട് ആ ഒരു ഇത് വേസ്റ്റ് ഇട്ടിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭാവി തലമുറ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ റിസോഴ്സസ് ഒന്നും നശിപ്പിക്കപ്പെടാൻ അനുവദിച്ചുകൂടാ. ആരെങ്കിലും ഇങ്ങനെ വേസ്റ്റ് ഇടുന്ന കണ്ടാൽ നിങ്ങൾ അവരെന്ത് ചെയ്യുക, ബോധവൽക്കരണം നടത്തുക, അല്ലെങ്കിൽ പറയുക ഇത് നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള ആളുകൾക്ക് അത് ഉപയോഗിക്കാനുള്ളതാണെന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെ. And increased flooding throughout much of the surrounding area. നമുക്കറിയാം 2018 ഫ്ലഡിങ്ങും കൂടുതൽ ഇങ്ങനെ എന്താ പറയാ ഈ ഡാംസ് ഒക്കെ ഇങ്ങനെ കൂടുതൽ ആ നിറഞ്ഞു നിൽക്കുന്ന കറക്റ്റ് ടൈമിന് ഒരു ലിമിറ്റ് ഉണ്ടാവൂലേ ഡാംസിന് എന്ന് പറയുമ്പോൾ. ഇത്ര ലിമിറ്റ് ആകുമ്പോൾ വാട്ടർ ഫ്ലോ ചെയ്യണമെന്ന്. അങ്ങനെ ആ ഒരു വാട്ടറിന് ഒരു ലിമിറ്റ്, ഒരു ഓവർ ലിമിറ്റ് ആയി കഴിഞ്ഞാൽ അത് ഫ്ലോ ചെയ്യും. ഡാം എക്സ്പ്ലോഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു 2018 ഫ്ലഡ് നമ്മൾ കണ്ടതാണല്ലേ, ഓവർ ഇതായിട്ട് ഫുൾ മുങ്ങിയത് ആ ഒരു ടൈമില്. കൂടുതൽ ഡെവലപ്മെന്റ് വരുമ്പോ അല്ലെ, ഇപ്പൊ നമ്മുടെ വീടുകളും ചുറ്റിലും നോക്കാൻ നമുക്ക് മനസ്സിലാവും ഫുള്ള് എന്താണ് ഈ മെന്റിങ് വാൾസ് അല്ലെ, ഫുള്ള് വാൾസ് കെട്ടിട്ട് ഫുള്ള് ഇതാക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ല. അവര് ഫുള്ള് ഇതാക്കിയ ഫുള്ള് ക്ലോസ് ചെയ്തായിരിക്കും, വെള്ളം കയറാത്തതൊക്കെ വലിയ മതിലൊക്കെ കെട്ടി. പക്ഷെ പാവപ്പെട്ട ആളുകളെ സ്ഥിതി എന്താ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ അവര് താഴ്ന്ന പ്രദേശത്താണെങ്കിൽ അവർക്ക് പെട്ടെന്ന് വെള്ളം കയറും അല്ലെ, പല രീതിയിലുള്ള ഇത് കഷ്ടപ്പാട് അവർ അനുഭവിക്കും. പക്ഷെ ഈ രാഷ്ട്രീയക്കാരോ അങ്ങനെയുള്ള ആളുകളോ അത് കാണുന്നുണ്ടോ? അല്ല, അവര് വീടുകളിൽ വന്ന് അന്വേഷിക്കുന്നുണ്ടോ? ഒരു വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രം വരുന്ന രാഷ്ട്രീയക്കാരാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ ആളുകൾക്ക് എന്തിങ്ങനെ ഇതുണ്ടോ എന്ന് ചോദിക്കാത്ത കുറെ സ്ഥലങ്ങളും ഉണ്ട് അല്ലെ. അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സഹായം എത്തിക്കാനുള്ള മനസ്കത കുറെ ആളുകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മെയിൻലി ഇലക്ഷൻ വരുമ്പോൾ മാത്രം കാണുന്ന ഈ രാഷ്ട്രീയക്കാരെ വേണ്ടി വോട്ട് ചെയ്യുന്നവരാണ് നമ്മൾ പലരും എന്ന് ഓർക്കുക അല്ലെ. കറക്റ്റ് ഇതില് ആരാണ് കൂടുതൽ വികസനം നടത്തുക, എല്ലാതിലും നമ്മുടെ അല്ലെ കണ്ണുകൾ തുറപ്പിച്ച് ഈ നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ നോക്കുക, ചുറ്റുപാട് നോക്കുക അല്ലെ. എന്നിട്ട് ഏത് ആംഗിളിലാണ് ആരാണ് കൂടുതൽ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്, ആരാണ് കൂടുതൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ചുറ്റുപാട് കൊണ്ടുവരുന്നത് എന്ന് നോക്കിയിട്ട് വോട്ട് ചെയ്യുക അല്ലെ. നെക്സ്റ്റ്, ഈ ഒരു മൂവ്മെന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് നോക്കിയാലോ. ആരൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ട് അല്ലെ നേതൃത്വം നൽകിയത് എന്നൊക്കെ നോക്കിയാലോ. In 1964, environmentalist and Gandhian social activist, it is Chandni Prasad Bhatt. It is Chandni Prasad Bhatt.
ചാണ്ടി പ്രസാദ് ഭട്ട് ഫൗണ്ടഡ് എ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അല്ലെ. ഇപ്പോ ചാണ്ടി പ്രസാദ് ഭട്ട് എന്ന് പറയുന്ന ഒരു എൻവിറോൺമെന്റലിസ്റ്റ് ആണ്, ഒരു പ്രകൃതി സംരക്ഷകനാണ്. ഒരു ഓർഗനൈസേഷൻ, ഒരു കൂട്ടായ്മ കൊണ്ടുവന്നത്. എന്താണ് അതിന്റെ പേര്? ഇറ്റ് ഈസ് ദശോലി ഗ്രാം സ്വരാജ്യ സംഘ്. ലേറ്റർ അത് റീനെയിംഡ് ചെയ്ത് ദശോലി ഗ്രാം സ്വരാജ്യ മണ്ഡൽ എന്നാണ്. ആദ്യം ആ ഒരു ഓർഗനൈസേഷന്റെ പേരെന്തായിരുന്നു? ഇറ്റ് ഈസ് ദശോലി ഗ്രാം സ്വരാജ്യ സംഘ് എന്നായിരുന്നു. പിന്നെ അതിന്റെ പേരെന്തായി? ദശോലി ഗ്രാം സ്വരാജ്യ മണ്ഡൽ എന്നായി അല്ലെ. ഓക്കെ. ടു ഫോസ്റ്റർ സ്മോൾ ഇൻഡസ്ട്രീസ് ഫോർ റൂറൽ വില്ലേജസ് യൂസിങ് ലോക്കൽ റിസോഴ്സസ്. ഇവര് ഈ ഒരു ഇത് കൊണ്ടുവന്നതെന്ന് വെച്ചാല് സ്മോൾ ഇൻഡസ്ട്രീസ് കൊണ്ടുവരിക. ഇതിനൊക്കെ എന്തിനു വേണ്ടിയിട്ട്? ഈ റൂറൽ ഏരിയാസിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ. യൂസിങ് ലോക്കൽ, അവരുടെ ലോക്കൽ റിസോഴ്സസ് തന്നെ യൂസ് ചെയ്തിട്ട്, അവിടെ കാണുന്ന റിസോഴ്സസ് തന്നെ യൂസ് ചെയ്ത് ചെറിയ ചെറിയ ഇതില്ലേ വീടുകളിൽ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റിംഗ്, അങ്ങനെയൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഈ ഒരു മൂവ്മെന്റിന്. ഏത് മൂവ്മെന്റ്, ഏത് ഓർഗനൈസേഷൻ, ആര് കൊണ്ടുവന്നതാണ്? ചാണ്ടി പ്രസാദ് ഭട്ടിന്റെ ഓർഗനൈസേഷന്റെ ആദ്യത്തെ പേരെന്തായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് ദശോലി ഗ്രാം സ്വരാജ്യ സംഘ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. രണ്ടാമത്തെ പേരെന്തായിരുന്നു മക്കളെ? ഇറ്റ് ഈസ് ദശോലി ഗ്രാം സ്വരാജ്യ മണ്ഡൽ എന്നാണ് അല്ലെ. ഇതെന്ന് പറയുമ്പോൾ ഇൻ ഓർഡർ ടു ഫോസ്റ്റർ സ്മോൾ ഇൻഡസ്ട്രീസ്, ചെറിയ ചെറിയ വ്യവസായങ്ങൾ ഉണ്ടാവില്ലേ ഈ ഗ്രാമത്തിലുള്ള ആളുകൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീടുകളിൽ നിന്ന്. ഇപ്പൊ എന്താ പറയാ, ഈ അച്ചാറ് കമ്പനി പോലെയുള്ള അല്ലെങ്കിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെ, കൊല്ലന്മാർ അതിൽ ഒരു പല അരിവാള് അങ്ങനെയുള്ള അയൺ ടൂൾസ് ഒക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇതിനൊക്കെ ഈ മൂവ്മെന്റ് സപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെ എന്നതാണ് പറയുന്നത്. ഓക്കെ. When industrial logging was linked to the severe monsoon floods that killed more than 200 people in the region. അങ്ങനെ ഇൻഡസ്ട്രീസ് ആ ഒരു ടൈമിൽ വന്നപ്പോ, കുറെ വ്യവസായങ്ങളൊക്കെ കെട്ടിപ്പടുത്തപ്പോൾ, അവിടെ ഈ മൺസൂൺ കുറെ ഇൻഡസ്ട്രീസ് വരുമ്പോഴോ അതിൻ്റെതായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവും. അങ്ങനെ മൺസൂണിൽ അവിടെ എന്ത് ഫ്ലഡ് വന്നപ്പോൾ 200-ലധികം ആളുകളാണ് മരിച്ചത് എന്നതാണ് പറയുന്നത്. സിവിയർ മൺസൂൺ ഫ്ലഡ്സ് 200 people in that region. എപ്പോഴാണ് ഈ മൺസൂൺ ഫ്ലഡ് ഉണ്ടായത്? അല്ലെ 1970-ലാണ്. 200-ലധികം ആളുകളാണ് കേട്ടോ മക്കളെ മരിച്ചത്. ഓക്കെ. ഈ ഒരു ദശോലി ഗ്രാം സ്വരാജ്യ മണ്ഡൽ became a force of opposition against large scale industry. എന്ന് വെച്ചാൽ ഈ ഒരു ഓർഗനൈസേഷൻ, ഈ ഒരു ചാണ്ടി പ്രസാദ് ഭട്ടിന്റെ ഈ ഒരു ദശോലി ഗ്രാം സ്വരാജ്യ മണ്ഡൽ, ഈ ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ഉണ്ടല്ലോ, വലിയ വ്യവസായങ്ങൾ ഈ ഒരു ഗ്രാമങ്ങളിൽ ചുറ്റിപ്പെട്ട് ഉണ്ടായപ്പോ അതിന്റെ ഡെവലപ്മെന്റിനൊന്നും അവര് മുൻഗണന കൊടുക്കുന്നില്ല. അവർ അതിനെതിരെ പ്രതിഷേധിച്ചു എന്നാണ് പറയുന്നത്. ഈ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസിനെതിരെ ഈ ഒരു ഗ്രാമത്തിലുള്ളവര് ആരെ നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത് മക്കളെ? ഇറ്റ് ഈസ് ചാണ്ടി പ്രസാദ് ഭട്ടിന്റെ നേതൃത്വത്തിലാണ്. ആ ഒരു വ്യക്തിയുടെ ഓർഗനൈസേഷൻ ഏതായിരുന്നു? ഇറ്റ് ഈസ് ദശോലി ഗ്രാം സ്വരാജ്യ മണ്ഡൽ. മറക്കരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു മൂവ്മെന്റിനെ കുറിച്ച് അല്ലെ. ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോ ആരും കൂടെ ഓർക്കണം? ഈ ഒരു ചാണ്ടി പ്രസാദ് ഭട്ടിനെ ഓർക്കണം, അദ്ദേഹത്തിന്റെ ഓർഗനൈസേഷൻ ആയിട്ടുള്ള ദശോലി ഗ്രാം സ്വരാജ്യ മണ്ഡൽ ഓർക്കണം. എപ്പോഴാണ് അത് ഫോം ചെയ്തതെന്നാ പറയുന്നത്? 1964-ലാണ് ഓർക്കണം. 200-ലധികം ആളുകൾ അവിടെയുള്ള പ്രളയത്തില്, മൺസൂൺ പ്രളയത്തില് മരിച്ചു. എത്ര ആളുകളാണ് മരിച്ചത്? 200-ലധികം ആളുകളാണ് അല്ലെ. ഏത് വർഷമായിരുന്നു ആ ഒരു മൺസൂൺ ഫ്ലഡ് ഉണ്ടായത്? 1970-ലാണ്, 1970-ലാണ് അല്ലെ മക്കളെ. നെക്സ്റ്റ് ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു മൂവ്മെന്റ് മെയിൻ ആയിട്ട് ആർക്കെതിരെയാണ്? ഇറ്റ് ഈസ് a force of opposition against large scale industry അല്ലെ. എന്ന് വെച്ചാൽ വലിയ വലിയ വ്യവസായങ്ങൾക്കെതിരെയായിരുന്നു ഈ ഒരു ചിപ്കോ മൂവ്മെന്റ് പൊരുതിയത്. ഓക്കെ. പിന്നെ the first Chipko protest occurred near the village of Mandal in the upper Alagananda Valley in April 1973.
ഇതിന്റെ ഫസ്റ്റ് പ്രൊട്ടസ്റ്റ്, ആളുകൾ ആദ്യമായിട്ട് ഇതിനെതിരെ പൊരുതിയത് എവിടെ വെച്ചാണ്? അതിന്റെ ലൊക്കേഷൻ ഓർത്ത് വെക്കുക കേട്ടോ. എവിടെയാണ്? ഇറ്റ് ഈസ് എ വില്ലേജ് ഓഫ് മണ്ഡൽ ഇൻ ദ അപ്പർ അളകനന്ദ വാലി ഇൻ ഏപ്രിൽ 1973. ഏത് ഗ്രാമത്തിലാണ് അവര് തുടങ്ങിയത് ഈ ഒരു ചിപ്കോ മൂവ്മെന്റ്? ഇറ്റ് ഈസ് ഇൻ ദ വില്ലേജ്. ഏത് ഗ്രാമത്തില? മണ്ഡൽ എന്ന് പറയുന്ന വില്ലേജ് ആണ്. ഇൻ ദ അപ്പർ അളകനന്ദ വാലി എപ്പോഴാണ്? ഇറ്റ് ഈസ് ഇൻ ഏപ്രിൽ 1973. ഓർക്കുക, എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ വരുന്നത്? ഈ ചിപ്കോ പ്രൊട്ടസ്റ്റിന്റെ മെയിൻലി ഇൻ ദ വില്ലേജ് ഓഫ് മണ്ഡൽ. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ ദ അപ്പർ അളകനന്ദ വാലി in April. എപ്പോഴാണ്? April 1973. Okay, next one. The villagers have been denied access to a small number of trees with which to build agriculture tools were outraged when the government allotted a large plot to Sporting Good Manufacturing Unit എന്നാണ് പറയുന്നത്. എന്താണ് ഇതിൽ ഉദ്ദേശിച്ച മക്കളെ? ഈ വില്ലേജേഴ്സും ഈ ഗ്രാമത്തിലുള്ളവര് അവരുടെ കൃഷിപരമായിട്ടുള്ള കുറെ ടൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചത് എന്തിനെയായിരുന്നു? മരങ്ങളിലാണ് അവർ ആശ്രയിച്ചത് അല്ലെ. ഈ മരങ്ങളെയൊക്കെ ഈ ആശ്രയിച്ച് നിൽക്കുന്ന ആ ടൈമിലാണ് ഈ ഗവൺമെന്റ് ലാർജ് പ്ലോട്ട് ഓഫ് ട്രീസ്, ആ ഒരു സ്ഥലങ്ങള് ഈ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുറിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ടൈമിലാണ് അവര് ഒരുമിച്ച് ഒരു കൂട്ടായി എന്ത് ചെയ്തത്? കൈകൾ പിടിച്ചിട്ട് ആ മരങ്ങളെ ചുറ്റും കൈകൾ പിടിച്ചിട്ട് നിന്നത്. ആ ഒരു പ്രൊട്ടസ്റ്റ് ആണ് അല്ലെ. പിന്നെ when their appeals were denied, Chandi Prasad Bhatt led villagers to the forest and embraced the trees to prevent logging. അപ്പൊ ഈ മരങ്ങളൊന്നും മുറിക്കാതെ വെക്കാൻ വേണ്ടിയിട്ട്, ഒരു ആവശ്യത്തിനും എടുക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചാണ്ടി പ്രസാദ് ഭട്ടിന്റെ നേതൃത്വത്തില് അല്ലെ, ചാണ്ടി പ്രസാദ് ഭട്ടിന്റെ നേതൃത്വത്തില് ഈ വില്ലേജേഴ്സിനോട് എന്ത് പറഞ്ഞു? അണിനിരക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? ഈ ഫോറസ്റ്റ് ഒക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, അവർക്ക് വിട്ടുകൊടുക്കരുത് എന്ന്. ആരുടെ നേതൃത്വത്തിലാണ്? ഇറ്റ് ഈസ് ചാണ്ടി പ്രസാദ് ഭട്ട്. മറക്കരുത് ആ ഒരു പേര്. ഓക്കെ, ദേ എംപ്രൈസ്ഡ്. എന്ത്? എല്ലാവരും കൂട്ടത്തോടെ അതിന് ചുറ്റും അണിനിരക്കാൻ പറഞ്ഞു അല്ലെ. ആരും ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടിയിട്ട് കൊടുക്കാതെക്കാൻ വേണ്ടിയിട്ട് അല്ലെ. നെക്സ്റ്റ് വൺ, അതുപോലെ നെക്സ്റ്റ് മൂവ്മെന്റ് ആണ് ബിഷ്നോയ് മൂവ്മെന്റ്. ഫസ്റ്റ് മൂവ്മെന്റ് ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് ചിപ്കോ മൂവ്മെന്റ് ആണ് അല്ലെ. അപ്പൊ സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ബിഷ്നോയ് മൂവ്മെന്റ്. എന്താണ് ബിഷ്നോയ് മൂവ്മെന്റ്? ഏത് വർഷത്തിലാണ്? ഇറ്റ് ഈസ് 1700 അല്ലെ, 1800. ആ ഒരു ടൈമിൽ, ആ ഒരു വർഷത്താണ്. പ്ലേസ് ഏതാണ്? ഇറ്റ് ഈസ് ഗിജറാലി മർവ റീജിയൻ, രാജസ്ഥാൻ സ്റ്റേറ്റ് അല്ലെ. ഗജർലി മർവ റീജിയൻ, രാജസ്ഥാൻ അല്ലെ. ഗജർലി മർവ റീജിയൻ, രാജസ്ഥാൻ സ്റ്റേറ്റിലാണ് ഈ ബിഷ്നോയ് മൂവ്മെന്റ് നടന്നത്. ഇറ്റ് ഈസ് ഗജർലി മർവ റീജിയൻ, രാജസ്ഥാൻ സ്റ്റേറ്റിലാണ് ഈ ഒരു ബിഷ്നോയ് മൂവ്മെന്റ് നടന്നത്. ഓക്കെ, ഇതിൽ ആരാണ്? അമൃത ദേവി, എ ഫീമെയിൽ വില്ലേജ് കുഡ് നോട്ട് bear to witness the destruction of both her faith and the village's sacred trees. എന്ന് വെച്ചാല് ഇവിടെ മെയിൻ ആയിട്ടുള്ള അമൃത ദേവി എന്ന് പറയുന്ന ഒരു ഫീമെയിൽ വില്ലേജർ ആണ്. അവിടെ ഗ്രാമത്തിലുള്ള, അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളാണ് ആര്? അമൃത ദേവി. അപ്പൊ അവളുടെ വിശ്വാസങ്ങളും എല്ലാം ഈ മരങ്ങളെ ചുറ്റപ്പെട്ടിട്ടാണ്. അപ്പോ ആ ഒരു മരങ്ങൾ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ ഈ മരങ്ങൾക്ക് ചുറ്റിനുമായിരുന്നു പല പൂജകളും എല്ലാം നടന്നിരുന്നു. അപ്പൊ അവരുടെ വിശ്വാസങ്ങളെ തകർക്കുന്ന വിധത്തിൽ ആ മരങ്ങളൊക്കെ നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും? വളരെ വേദനാജനകമാണ് അല്ലെ. ആൻഡ് ഷീ ഹഗ്ഡ് ട്രീസ് ആൻഡ് എൻകറേജ്ഡ് അതേഴ്സ് ടു ഡു ദ സെയിം. അപ്പൊ അവൾ എന്ത് ചെയ്തു? ആ മരങ്ങളൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ മരങ്ങളൊന്നും നശിപ്പിക്കാൻ വേണ്ടി പറ്റില്ല, ഇതെന്റെ പാരമ്പര്യത്തെയാണ് നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ പിക്ചേഴ്സിൽ നമ്മൾ കാണാം, ഈ പിക്ചറിൽ അമൃതാദേവി കണ്ടോ മരങ്ങളെ ഹഗ് ചെയ്യുന്നത്. എന്നിട്ട് മറ്റുള്ള ആളുകളോട്, ആ വില്ലേജിലുള്ള വേറെ ഗ്രാമവാസികളോടും പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ഈ നിന്നാണെങ്കിൽ ഈ മരങ്ങളെ മുറിക്കാതെ നിൽക്കാൻ, നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരമാണ് ഇവിടെ തകർക്കപ്പെടുക എന്ന് പറഞ്ഞു അല്ലെ. ആരാണിത്? അമൃതാദേവിയാണ് അല്ലെ. അമൃത ദേവി. ഓക്കെ, നെക്സ്റ്റ്. Okay, and 363 Bishnoi villagers were killed in this movement.
അല്ലെ? എന്ന് വെച്ചാൽ ഇതിനെതിരെ കുറെ എന്ന് വെച്ചാൽ ഈ ഒരു ട്രീസ് വെട്ടരുത് എന്ന് പറഞ്ഞു, ഈ ഒരു മരങ്ങൾ നശിപ്പിക്കരുത് എന്ന് പറയുമ്പോൾ കുറെ വില്ലേജേഴ്സ് ഇതിനെതിരെ ഹഗ് ചെയ്തിട്ട് അല്ലെ വന്നെങ്കിൽ ഈ ഒരു ട്രീസിനെ ചുറ്റുപാടും അവര് കെട്ടിപ്പിടിച്ച് എന്ത് ചെയ്ത് മരങ്ങളൊക്കെ കെട്ടിപ്പിടിച്ച് ചുറ്റിനും നിന്നിട്ട് മരത്തിന് ഇതാക്കുമ്പോ ആരും മുറിക്കരുത്, ഇത് ഞങ്ങളുടെ അല്ലെ ജീവദാനിയാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ആരെങ്കിലും കേട്ടോ? അവരെന്ത് ചെയ്തു? 363 വില്ലേജസ് ആണ് ഈ ഒരു മൂവ്മെന്റ് കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടത് എന്നാണ് പറയുന്നത്. 363 ബിഷ്ണോയി വില്ലേജസിനാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, the Bishnoi martyrs were influenced by the teachings of Guru Maharaj Jembaji, who founded the Bishnoi faith in 1485 and set forth principles forbidding harm to trees and animals. ഈ ബിഷ്ണോയി ട്രീ മാർട്ടിയേഴ്സ് ഉണ്ടല്ലോ, ഈ ബിഷ്ണോയി ട്രീ മാർട്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു മൂവ്മെന്റിൽ കൊല്ലപ്പെട്ട കുറെ ആളുകളുണ്ട് അല്ലെ? അവർക്ക് വേണ്ടിയിട്ട് ഈ ഗുരു മഹാരാജ് ജംബാജി എന്ന് പറയുന്ന ആളെ പുസ്തകങ്ങളില് അദ്ദേഹം ഒരു ഫെയ്ത്ത്, ഒരു ബിലീഫ് കൊണ്ടുവന്നു. എന്ത്? 1485 എന്താണ്? ഈ ഒരു മരങ്ങളെയും മൃഗങ്ങളെയും ഹാനികരിക്കപ്പെടുന്ന ഒരു പ്രവർത്തനവും ഇവിടെ വേണ്ട എന്ന് അദ്ദേഹത്തിന്റെ ടീച്ചിങ്സിൽ ഉണ്ടായിരുന്നു. ഗുരു മഹാരാജ് ജംബാജിന്റെ ടീച്ചിങ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, the king, who came to know about the events, rushed to the village and apologized, ordering the soldiers to cease logging operation. അങ്ങനെ രാജാവ് ഇതറിഞ്ഞു, ഈ വില്ലേജേഴ്സ് ഒക്കെ എല്ലാവരും അണിനിരന്ന് ഈ ഒരു ട്രീസ് നശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പല രീതിയിലുള്ള പ്രൊട്ടസ്റ്റും അല്ലെ രാജ്യത്തിനെതിരെ വരികയാണ്, ഈ ഒരു സ്റ്റേറ്റിനെതിരെ വരികയാണ് അല്ലെ? ആ വില്ലേജിലുള്ള ആളുകളൊക്കെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ രാജാവ് കുറെ പട്ടാളക്കാരെ അവിടേക്ക് അയച്ചിട്ട് പറഞ്ഞു, ആരും നിങ്ങളിത് നശിപ്പിക്കില്ല, ഒരു തരത്തിലുള്ളതും ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. Okay. Soon afterwards, the Maharaja designated to Bishnoi state as a protected area, forbidding harm. അങ്ങനെ കിങ് അവിടെ എത്തുകയും ആ ഒരു സ്റ്റേറ്റിനെ എന്തായി? പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കി മാറ്റി. ആരും അവിടെ നശിപ്പിക്കാൻ വേണ്ടി വരില്ല. അവിടെയുള്ള മരങ്ങളെയോ അല്ലെങ്കിൽ ആനിമൽസിനെയോ ഒന്നും ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് ആരും വരില്ല എന്ന് പറഞ്ഞു. Okay, this legislation still exists today in the region. ഇപ്പോഴും പിന്നെ ഈ പ്രൊട്ടസ്റ്റ്, ഈ ഒരു മൂവ്മെന്റ് വന്നതിന് ശേഷം, ബിഷ്ണോയി മൂവ്മെന്റ് വന്നതിന് ശേഷം ആരും അവിടെ ഒരു ഹാംഫുൾ തിങ്ങും ഉണ്ടാക്കിയിട്ടില്ല അല്ലെ? ഈ ഒരു ഇതിനെ മരങ്ങളെയോ ആനിമൽസിനെയോ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രാജസ്ഥാൻ ഈ ഒരു ഏരിയയില് അല്ലെ, ഏതൊക്കെ ഏരിയാസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പിന്നെ അവിടേക്ക് ആരും വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. Okay, and next one is Save Silent Valley movement. അല്ലെ? ഈ സൈലന്റ് വാലി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മൂവ്മെന്റ് ആണ് സേവ് സൈലന്റ് വാലി മൂവ്മെന്റ്. ഏതാണ് ഇയർ എപ്പോഴാണ്? ഇറ്റ് ഇസ് 1978 ആ ഒരു മൂവ്മെന്റ് വന്നത്. ഏത് വർഷമാണ് മക്കളെ? ഇറ്റ് ഇസ് 1978. 1978 ഈ ഒരു മൂവ്മെന്റ് വന്നത്. എവിടെയാണ് പ്ലേസ്? സൈലന്റ് വാലി ആൻഡ് എവർഗ്രീൻ ട്രോപ്പിക് ഫോറസ്റ്റ് അല്ലെ? എവർഗ്രീൻ ഫോറസ്റ്റ് പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ? ഓക്കെ, ഇറ്റ് ഈസ് ഇൻ ദ പാലക്കാട് ഡിസ്ട്രിക്ട് ഓഫ് കേരള, ഇന്ത്യ. എന്ന് വെച്ചാൽ കേരളയിലുള്ള പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ സൈലന്റ് വാലി ഉള്ളത്. ഈ മൂവ്മെന്റ് വന്ന ഇയർ എപ്പോഴാണ്? 1973 അല്ലെ? ഇനി ഈ സൈലന്റ് വാലിനെ കുറിച്ച് നോക്കിയാലോ? ദ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, KSEB. KSEBിന്റെ ഫുൾ ഫോം എന്താണ് മക്കളെ? ദ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് proposed a hydroelectric dam across the Kundipuya river that runs to Silent Valley. ഈ KSEBക്കാര് എന്ത് ആലോചിച്ചു? ഈ ഒരു കുന്തിപ്പുഴ നദിന് മുകളിലായിട്ട് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാം കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. ഇറ്റ് ഈസ് ത്രൂ എവിടെയാണ്? ഇറ്റ് റൺസ് ത്രൂ സൈലന്റ് വാലി കൂടെയാണ് ഇത് ഫ്ലോ ചെയ്യുകയും ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ഈ കുന്തിപ്പുഴ നദി ഉണ്ടല്ലോ പാലക്കാട്, അവിടെ ആ ഒരു റിവർ നദീന്റെ മുകളിൽ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് ഡാം കൊണ്ടുവരാൻ KSEB ആലോചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഡാമത്ത് അവിടെയുള്ള വെള്ളം ഫ്ലോ ചെയ്യുന്നത് എന്തിലൂടെ ആയിരിക്കും? സൈലന്റ് വാലി കൂടെ ആയിരിക്കും. ഇൻ February 1973, the planning commission approved the project at a cost of about 25 crores. അങ്ങനെ February 1973 അങ്ങനെ ഫെബ്രുവരി 1973 എന്ന വർഷത്തില് ഫെബ്രുവരി മാസത്തില് ഈ പ്ലാനിംഗ് കമ്മീഷന് എന്തിന് അനുമതി കൊടുക്കുകയാണ്?
ഈ ഒരു ഡാം ഉണ്ടാക്കിക്കോട്ടെ എന്നുള്ള ഒരു അനുമതിയിൽ കൊടുക്കുകയാണ് ആള്. ഓക്കെ, അപ്പൊ എത്ര രൂപയ്ക്കാണ്? 25 crores അല്ലെ. ഓക്കെ, മെനി ഫിയർഡ് ദാറ്റ് പ്രൊജക്ട് വുഡ് സബ്മേർജ് 8.3 square kilometer ഓഫ് അൺടച്ച്ഡ് മോയിസ്റ്റ് എവർഗ്രീൻ. അപ്പൊ കുറെ ആളുകൾ പേടിക്കുകയാണ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും എവർഗ്രീൻ ഫോറസ്റ്റിന് അത് എന്തായിരിക്കും, എങ്ങനെങ്കിലും അത് നശിപ്പിക്കപ്പെടുമെന്ന് ആളുകൾ പേടിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരു കൺസ്ട്രക്ഷൻ വരുമ്പോ അതെന്തായാലും അവിടെയുള്ള ജനവാസ കേന്ദ്രങ്ങൾ, അവിടെയുള്ള ആളുകൾക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ഡീമെറിറ്റ് ഉണ്ടാവും, ദോഷം ഉണ്ടാവും എന്ന് ഉറപ്പല്ലേ. അത് ആളുകൾ ഭയപ്പെട്ടിരുന്നു. കൂടുതലായിട്ട് ഈ ഒരു എവർഗ്രീൻ ഫോറസ്റ്റ് എല്ലാം നശിപ്പിക്കപ്പെടുമോ എന്നൊരു ഫിയർ അവർക്ക് ഉണ്ടായിരുന്നു എന്നതാണ് പറയുന്നത്. ഓക്കെ, ഇൻ ജനുവരി 1981, bowing to unrelenting public pressure, Indira Gandhi declared that Silent Valley will be protected. അങ്ങനെ ഇങ്ങനെ ആളുകൾക്ക് ഒരു ഭയം, എന്താ പറയാ, ഒരു ഉള്ളിലൊരു ഭയം വരികയാണ്. എന്താ വെച്ചാൽ അവരുടെ വനവാസ കേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെടുമോ, ഇത്രയും അവര് ആശ്രയിച്ച് നിൽക്കുന്ന ഈ ട്രീസും ഒക്കെ ഫുള്ള് അവര് നശിപ്പിച്ച് ഡെവലപ്മെന്റിന് വേണ്ടി നശിപ്പിക്കുമോ എന്നൊരു ഫിയർ അവരുടെ ഉള്ളിൽ എപ്പോഴും വരുമ്പോ, അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി സർക്കാർ 1981 ജനുവരിയില് ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കണം എന്ന് പറഞ്ഞു വന്നത്, സൈലന്റ് വാലി ഏരിയ. ഓക്കെ, ആൻഡ് ഇൻ ജൂൺ 1983 the center re-examined the issue through a commission chaired by Professor M.G.K. Menon. അങ്ങനെ ഈ ഒരു വിഷയം വീണ്ടും പുറത്തേക്ക് വന്നു. എപ്പോ? 1983 ജൂൺ മാസത്തില് വീണ്ടും പ്ലാനിംഗ് കമ്മീഷൻ ഇതിനെ പുറത്തേക്ക് ഇട്ടു. ആരുടെ നേതൃത്വത്തിലുള്ള പ്ലാനിംഗ് കമ്മീഷൻ? പ്രൊഫസർ M.G.K. മേനോന്റെ നേതൃത്വത്തിലുള്ള പ്ലാനിംഗ് കമ്മീഷൻ വീണ്ടും ഈ ഒരു പ്രൊജക്ട് പുറത്തേക്ക് എടുത്തു കേട്ടോ മക്കളെ. അപ്പൊ എന്താണ്, ഈ നവംബർ 1983, അതേ വർഷം നവംബർ മാസത്തില് ദ സൈലന്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് വാസ് കോൾഡ് ഓഫ്. അങ്ങനെ ഈ ഒരു സൈലന്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനെ കുറിച്ച് വീണ്ടും ചർച്ചകൾ, വീണ്ടും അവിടെ ഡാം ഇതാക്കുക എന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെ 1985 പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി ഫോർമലി ഇനോഗ്രേറ്റഡ് ദി സൈലന്റ് വാലി നാഷണൽ പാർക്ക്. അങ്ങനെ 1985 രാജീവ് ഗാന്ധി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമില് സൈലന്റ് വാലിയിൽ എന്ത് ഇനോഗ്രേറ്റ് ചെയ്തു? സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഇനോഗ്രേറ്റ് ചെയ്തു. അങ്ങനെ അത് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു 1983 സെന്റർ റീഎക്സാമിൻ ദ ഇഷ്യൂ ത്രൂ എ കമ്മീഷൻ. അങ്ങനെ വീണ്ടും ഈ ഒരു സൈലന്റ് വാലിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ പിന്നെ ആ ഒരു എന്താണ് ഈ ഒരു സൈലന്റ് വാലി ഹൈഡ്രോ ഇലക്ട്രിക് ഡാമിനെ കുറിച്ച് പിന്നെ ആളുകൾ ഒന്നും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നതാണ്. കോൾഡ് ഓഫ്. പിന്നെ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ അതിനെ കുറിച്ച് പിന്നെ ആ ഒരു പ്ലാന് അവിടെ നിർത്തി. പിന്നെ 1985 രാജീവ് ഗാന്ധിയാണ് അതിനെ ഒരു സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്നുള്ള രീതിയിൽ അതിനെ ഇനോഗ്രേറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നതാണ് മൂന്നാമത്തത്. അതെന്താണ് മെയിൻ ആയിട്ട്? അത് നാലാമത്തെയാണ്. ഓക്കെ, അപ്പോ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഏതൊക്കെയാണ്? ചിപ്കോ മൂവ്മെന്റ് പറഞ്ഞു, ബിഷ്ണോയ് മൂവ്മെന്റ് പറഞ്ഞു, സൈലന്റ് വാലി മൂവ്മെന്റ് പറഞ്ഞു. ഇനി നാലാമത്തതാണ് എന്ത്? ജംഗിൾ ബച്ചാവോ ആന്തോളൻ. അല്ലെ, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവും. കുറെ ആളുകൾ കൂടി ചേരുമ്പോൾ അതിന് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ആ ഒരു വലിയ വലിയ പദ്ധതികൾ പോലും ഇല്ലാതാവുന്നത് അല്ലെ. കുറച്ച് ചിപ്കോ മൂവ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും ബിഷ്ണോയ് മൂവ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും സൈലന്റ് വാലിന്റെ കാര്യത്തിലാണെങ്കിലും. നാലാമത്തെ ഇതിനെ കുറിച്ച് നോക്കിയാലോ, ജംഗിൾ ബച്ചാവോ ആന്തോളൻ ഏത് വർഷത്തിലായിരുന്നു മക്കളെ? 1982 അല്ലെ. പ്ലേസ് ഏതാണ്? ഇറ്റ് ഇസ് സിംഗ്ബം, ഡിസ്ട്രിക്ട് ഓഫ് ബീഹാർ. ഓക്കെ, ലീഡേഴ്സ് ആരൊക്കെയാ? ദ ട്രൈബൽസ് ഓഫ് സിംഗ്ബം. അവിടെയുള്ള ആദിവാസി കൂട്ടുണ്ടല്ലോ, അവരാണ് ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് വന്നത്. ഈ ജംഗിൾ ബച്ചാവോ എന്ന് പറയുമ്പോൾ ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് സമ്മേളൻ അല്ലെ, അതാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് ഇതിലേക്ക് പോവാം. പിന്നെ അഞ്ചാമത്തെ എന്താണ്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ? അത് വർഷം, ഇതൊക്കെ ജസ്റ്റ് ഈ മൂവ്മെന്റ്സ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ജസ്റ്റ് മെയിൻ ആയിട്ട് ചിപ്കോ മൂവ്മെന്റും ബിഷ്ണോയ് മൂവ്മെന്റും സേവ് സൈലന്റ് വാലി മൂവ്മെന്റ് ആണ് ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. കുറച്ച് എക്സ്ട്രാ മൂവ്മെന്റ്സും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക അല്ലെ. നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഓക്കെ, നർമ്മദ റിവർ
പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇയർ ഏതാണ്? വർഷം 1985 ആണ്. പ്ലേസ് നർമ്മദ റിവർ വിച്ച് ഫ്ലോസ് ത്രൂ ദ സ്റ്റേറ്റ്സ് ഓഫ് ഗുജറാത്ത്. ഏതൊക്കെ സ്റ്റേറ്റ്സിലൂടെയാണ് മക്കളെ നർമ്മദ റിവർ ഒഴുകുന്നത്? ഇറ്റ് ഈസ് ഗുജറാത്ത്, മധ്യപ്രദേശ് ആൻഡ് മഹാരാഷ്ട്ര. ഗുജറാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റ്സിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത്. ഓക്കെ, അപ്പൊ അഥവാ മൂവ്മെന്റ്സിന്റെ കാര്യം ചോദിക്കുമ്പോ എക്സ്ട്രാ മൂവ്മെന്റ്സും കൂടെ ഉൾപ്പെടുത്തുക. ഓക്കെ, അത് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ. നെക്സ്റ്റ്, അപ്പൊ ആ ഒരു മൂവ്മെന്റിനെ കുറിച്ച് നമുക്ക് നോക്കിയാൽ, ദ മൂവ്മെന്റ് ഫസ്റ്റ് സ്റ്റാർട്ടഡ് ആസ് എ പ്രൊട്ടസ്റ്റ് ഫോർ പ്രൊവൈഡിംഗ് പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ഫോർ ദ പീപ്പിൾ ഹു ഹാവ് ബീൻ ഡിസ്പ്ലേസ്ഡ് ബൈ ദ കൺസ്ട്രക്ഷൻ ഓഫ് സർദാർ സരോവർ ഡാം. എന്താന്ന് വെച്ചാല് ഈ ഒരു നർമ്മദ നദിക്ക് മേലെ നമ്മൾ സർദാർ സരോവർ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ കുറെ പേർക്ക് എന്താണ് അവരുടെ വീട് നഷ്ടപ്പെടും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ എവിടെ കൊണ്ടുപോയി പാർപ്പിക്കും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടല്ലോ. അതിനുവേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നൊരു മൂവ്മെന്റ് വന്നത് കേട്ടോ. Later on, the movement turned its focus on the preservation of environment and the ecosystem of valley. എന്ന് വെച്ചാല് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, എക്കോസിസ്റ്റം ഓഫ് വാലി സംരക്ഷിക്കണം എന്ന നേതൃത്വത്തിലാണ് അവർ മുൻപോട്ട് വന്നത് അല്ലെ. ഇൻ ഓർഡർ ടു പ്രിസർവ് എൻവിറോൺമെന്റ് ആൻഡ് ഓൾസോ ദ എക്കോളജിക്കൽ സിസ്റ്റം ഓഫ് വാലി. Activists also demanded the height of the dam should be reduced to 88 meter from the proposed height 130 meter. അപ്പൊ അവരുടെ മറ്റൊരു ആവശ്യം എന്തായിരുന്നു? ഫസ്റ്റ് ആവശ്യം എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ ആണ് ആൻഡ് റീസെറ്റിൽമെന്റ്. എന്ന് വെച്ചാൽ അവിടെ വീടുകൾ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരൊക്കെ മാറ്റി പാർപ്പിക്കണം, അതിനുള്ള സ്ഥലം ഗവൺമെന്റ് തന്നെ കണ്ടെത്തി കൊടുക്കണം എന്നതാണ് ഫസ്റ്റ് ആ മൂവ്മെന്റിന്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഈ ഡാമിന്റെ ഹൈറ്റ് കുറയ്ക്കണം എന്നതാണ്. ഹൈറ്റ് 130 പറഞ്ഞതെങ്കിൽ എത്ര ഹൈറ്റ് ആക്കി കുറയ്ക്കണം? 88 മീറ്റർ ആയിട്ട് കുറയ്ക്കണം എന്നതാണ് മറ്റ് ഈ ഒരു മൂവ്മെന്റിന്റെ ആവശ്യം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വേൾഡ് ബാങ്ക് വിഡ്രോ ഫ്രം ദി പ്രൊജക്ട്. പിന്നെന്ത് ചെയ്തു? വേൾഡ് ബാങ്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നിട്ട് പിന്മാറി. ഓക്കെ, the environmental issue was taken into court. ഈ ഒരു ഇഷ്യൂ കോടതിയിലേക്ക് വന്നു. ഇങ്ങനൊരു ഇഷ്യൂ കോടതിയിലേക്ക് വന്നപ്പോ ഈ 2000 ആ ടൈം ആയപ്പോ ഒക്ടോബറിൽ ആ മാസത്തിൽ വീണ്ടും ഈ ഒരു ഇതിനെ കുറിച്ച് കേസ് വന്നപ്പോ ജഡ്ജ്മെന്റ് സുപ്രീം കോർട്ട് ഇറക്കിയ ജഡ്ജ്മെന്റ് എന്താന്ന് പറയുന്നത്? ദ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് സർദാർ സരോവർ ഡാം വിത്ത് എ കണ്ടീഷൻ ദാറ്റ് the height of the dam could be raised to 90 meter. എന്ന് വെച്ചാല് 130 മീറ്റർ ആണ് ആദ്യം പറഞ്ഞതില്ലേ മക്കളെ. എന്ന് വെച്ചാല് ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോ 130 മീറ്റർ ഹൈറ്റിൽ ഉയർത്തുമെന്നാണ് ഗവൺമെന്റ് ആ ഒരു ടൈമിൽ പറഞ്ഞിരുന്നതെങ്കിൽ ഈ മൂവ്മെന്റിലുള്ള ആളുകൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് റീഹാബിലിറ്റേഷൻ, അവർക്ക് നിൽക്കാനുള്ള സ്ഥലം അല്ലെ, വീട് അവിടെയുള്ള നിലനിൽക്കാൻ പറ്റാത്തവർക്ക് കറക്റ്റ് റീഹാബിലിറ്റേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത് എന്താണ് മെയിൻ ആയിട്ട് പറഞ്ഞത് മക്കളെ? രണ്ടാമത് മെയിൻ ആയിട്ട് പറഞ്ഞത് എന്താണ്? ഈ ഒരു കൺസ്ട്രക്ഷൻ, ഈ ഒരു ഡാമിന്റെ ഹൈറ്റ് കുറയ്ക്കണം, 130 നിന്ന് 88 മീറ്റർ ആക്കണം എന്ന് ഈ ആളുകൾ പറഞ്ഞപ്പോൾ ഈ ഒരു കേസിന് വിധി വന്നത് 90 മീറ്റർ ആയിട്ട് ഡാമിന് കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ്. എവിടെ? സുപ്രീം കോർട്ടില് ഒക്ടോബർ 2000 ഏത് മാസം? ഒക്ടോബർ മാസത്തില് സുപ്രീം കോർട്ട് ഇറക്കിയതാണ്. അതിന് 90 മീറ്ററിൽ അതിന് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. The project is expected to be fully completed by 2024. 2025 ആവുമ്പോ ആ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് സർദാർ സരോവർ ഡാമിന്റെ ഫുൾ കൺസ്ട്രക്ഷൻ 2025 ആവുമ്പോഴേക്ക് കംപ്ലീറ്റ് ആവുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡാം കോൺഫ്ലിക്റ്റ് ആണ്. ആറാമത്തെ ടെഹ്രി ഡാം കോൺഫ്ലിക്റ്റ്. എന്താണ് ടെഹ്രി ഡാം കോൺഫ്ലിക്റ്റ് എന്ന് നോക്കിയാലോ? ദാറ്റ് ഈസ് ഏത് വർഷത്തിലാണ് മക്കളെ ടെഹ്രി ഡാം കോൺഫ്ലിക്റ്റ് ഉണ്ടായത്? ഇതിന് ചിത്രം കണ്ടില്ലേ? ഇതാണ് കേട്ടോ ടെഹ്രി ഡാം. കണ്ടില്ലേ അതിന്റെ വ്യൂ? പ്ലേസ് എവിടെയാണ് ഇതിന്റെ സ്ഥലം? ഭഗീരഥി റിവർ നിയർ ടെഹ്രി ഇൻ ഉത്തർഖണ്ഡ്. ഉത്തർഖണ്ഡിലുള്ള ഭഗീരഥി റിവറിന്റെ മേലാണ് ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തത്. ഓക്കെ, ഇതാണ് ഡാം നമ്മളെ റിവർ അല്ലെ. എവിടെയാണ് ഇതിന്റെ സ്ഥലം? ഉത്തർഖണ്ഡിലാണ് അല്ലെ. ഉത്തർഖണ്ഡിലാണ് ഈ റിവറാണ് നമ്മളെ
ഭഗീരഥി റിവർ. ഓക്കെ, നമ്മുടെ ടെഹരി ഡാം അല്ലെ, മെയിൻലി ആയിട്ട് ഈ നദീന്റെ മുകളിലായിട്ടാണല്ലോ ഡാം, നമ്മളെ നർമ്മദ റിവറിന്റെ മുകളിൽ സർദാർ സരോവർ ഡാം വരുന്ന പോലെ. ഓക്കെ, കണ്ടില്ലേ, ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു ഇത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിനെ കുറിച്ച്. The protest was against the displacement of town inhabitants and environmental consequence of the weak ecosystem. ഇതിലും അവർ പറഞ്ഞ നർമ്മദ ബച്ചാവോ ആന്തോളനിൽ പറഞ്ഞല്ലോ, അവിടെയും മെയിൻ ആയിട്ട് പറഞ്ഞ എന്താണ്, ഈ ആളുകളെ റീപ്ലേസ് ചെയ്യുമ്പോൾ, ആ ഒരു വികസനം വരുമ്പോൾ അവിടെയുള്ള ആളുകൾ കുറെ വേറൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കേണ്ട ഒരു അവസ്ഥ വരും. അവർക്ക് കറക്റ്റ് വാസസ്ഥലം ഉറപ്പിച്ചു കൊടുക്കണം. അത് അവര് പറയുമ്പോൾ തന്നെ ടെഹരി ഡാം കോൺഫ്ലിക്റ്റിലും അവർ പറയുന്നുണ്ട്, ഈ ഒരു മൂവ്മെന്റിലും. ഓക്കെ, പിന്നെ Tehri Dam attracted national attention in 1980s and 1990s. ഈ ഒരു ഡാം ഉണ്ടാക്കിയ ശേഷം കുറെ ടൂറിസ്റ്റേഴ്സ് ഇത് കണ്ട് അട്രാക്ട് ആയിട്ട് ഇവിടേക്ക് വരുന്നുണ്ട് 1980s 1990s ആവുമ്പോഴേക്ക് കേട്ടോ. മെയിൻ ആയിട്ട് ആളുകളെ അട്രാക്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് ഈ ഒരു പ്ലേസിന്റെ അട്രാക്റ്റീവ്നെസ് ആണ്. ഓക്കെ, ഈ ഒരു പ്ലേസിന്റെ അട്രാക്റ്റീവ്നെസ് കണ്ടിട്ടാണ്. പിന്നെ സബ്മർജൻസ് ഓഫ് ഫോറസ്റ്റ് ഏരിയാസ് അലോങ് വിത്ത് ടെഹരി ടൗൺ. ഓക്കെ, എന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഏരിയാസോട് കവർ ചെയ്യപ്പെട്ട ഒരു ടൗൺ ആണ് ടെഹരി ടൗൺ. അതുപോലെ തന്നെ ഇതൊരു സീസമിക് സെൻസിറ്റിവിറ്റിയാണ്, പോസിറ്റീവ് എനർജിയാണ്, അല്ലെങ്കിൽ ഫുൾ എവർഗ്രീൻ തിങ് ആണ് അവ ചുറ്റുപാടുള്ളത്. അത് മെയിൻലി ടൂറിസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാര്യമായിട്ടോ. ഓക്കെ, despite the support from other prominent leaders like Sundar Lal Bahuguna, the movement has failed to gather enough popular support and the national as well as international level. പിന്നെ ഈ മൂവ്മെന്റ് ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വെറുതെ എന്താന്ന് വെച്ചാല് ഒരു പ്രൊമിനന്റ് ആയിട്ടുള്ള ലീഡേഴ്സും അല്ലെ, ഇപ്പൊ സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്ന ലീഡറൊക്കെ സപ്പോർട്ട് ചെയ്തെങ്കിലും വേറെ പ്രൊമിനന്റ് ആയിട്ടുള്ള പ്രശസ്തിയിലുള്ള ലീഡേഴ്സ്, പ്രശസ്തരായിട്ടുള്ള ലീഡേഴ്സ് ഒന്നും ഇവരെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അല്ലെ, ഈ ഫോർ ഫ്രണ്ടിൽ അവരുടെ സമരത്തിൽ ഫോർ ഫ്രണ്ടിൽ നിൽക്കാത്തത് കൊണ്ട് അല്ലെ, എന്താണ് മെയിൻ ആയിട്ട് ഈ ഒരു മൂവ്മെന്റ് സക്സസ്ഫുൾ ആയില്ല എന്നതാണ് കാര്യം. ഓക്കെ, പിന്നെ അപ്പോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് മക്കളെ ഡിസ്കസ് ചെയ്തത്? മൂവ്മെന്റ്സ് ആണ് അല്ലെ. എന്തൊക്കെ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ ചിപ്കോ മൂവ്മെന്റ് ആണ് അല്ലെ. ചിപ്കോ മൂവ്മെന്റ് പറഞ്ഞു, ചിപ്കോ മൂവ്മെന്റ് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഏതാണ് പറഞ്ഞത്? നമ്മള് ടെഹരി ഡാം കോൺഫ്ലിക്റ്റ് ബിഷ്ണോയ് പറഞ്ഞു അല്ലെ. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ബിഷ്ണോയ് മൂവ്മെന്റ് പറഞ്ഞു. അല്ലെ, പിന്നെ നർമ്മദ ആന്തോളൻ ബച്ചാവോ, നർമ്മദ ആന്തോളൻ, നർമ്മദ ആന്തോളൻ ബച്ചാവോ. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ടെഹരി ഡാം, ടെഹരി ഡാം കോൺഫ്ലിക്റ്റ് അല്ലെ, ടെഹരി ഡാം കോൺഫ്ലിക്റ്റ്. ഓക്കെ, അപ്പൊ ചിപ്കോ മൂവ്മെന്റിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ആരെ കാര്യം പറഞ്ഞത്? നമ്മളെ ചാണ്ടി പ്രസാദ് ഭട്ട് ആയിരുന്നു അതിന്റെ, ചാണ്ടി പ്രസാദ് ഭട്ട് അല്ലെ. ചിപ്കോ മൂവ്മെന്റിന്റെ പറയുമ്പോ ആരാണ് അത് കണ്ടുപിടിച്ചത്? അതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? ഇറ്റ് ഈസ് ചാണ്ടി പ്രസാദ് ഭട്ടാണ്. ബിഷ്ണോയ് മൂവ്മെന്റിന്റെ ഇതിന് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു? അവിടെയുള്ള ഫീമെയിൽ വില്ലേജർ ആയിട്ടുള്ള അമൃത ദേവി അല്ലെ, അമൃത ദേവി എന്ന. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ മൂവ്മെന്റ്സ്. ചിപ്കോ മൂവ്മെന്റ് ഓർക്കുക, ബിഷ്ണോയ് മൂവ്മെന്റ്, നർമ്മദ ആന്തോളൻ ബച്ചാവോ. നർമ്മദ ആന്തോളൻ അവിടെ സർദാർ സരോവർ ഡാമിന്റെ കൺസ്ട്രക്ഷൻ അല്ലെ.
ഡെവലപ്മെന്റ് ഓഫ് അല്ലെ, ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഡാം ആണ് അല്ലെ, ഡാമിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ടെഹരി ഡാം കോൺഫ്ലിക്റ്റ് എന്ന് പറയാം. പക്ഷെ ആ കൺസ്ട്രക്ഷൻ പിന്നെ നടന്നോ? ഇല്ല. പിന്നെ ടെഹരി ഡാം കോൺഫ്ലിക്റ്റിന്റെ മെയിൻ ആയിട്ട് എന്താണ് പറയുന്നത്? ടെഹരി ഡാം കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡാം കൺസ്ട്രക്ഷൻ നടന്നു. പക്ഷെ മെയിൻ ആയിട്ട് അവിടെ എന്താണ്, റീഹാബിലിറ്റേഷൻ പ്രശ്നം വന്നു. റീഹാബിലിറ്റേഷൻ അല്ലെ, റീഹാബിലിറ്റേഷൻ. ഓക്കെ, പിന്നെ അവിടെ എന്ന് വെച്ചാൽ അത് അൺസക്സസ്ഫുൾ ആവുകയാണ് ചെയ്തത് അല്ലെ മൂവ്മെന്റ്. എന്താന്ന് വെച്ചാൽ ഡാമിന്റെ കൺസ്ട്രക്ഷനും കഴിഞ്ഞു അല്ലെ. അതാണ് മെയിൻ ആയിട്ടുള്ള ഇത്. പോയിന്റ്സും പഠിക്കുക, ആരാണ് അതിന് നേതൃത്വം കൊടുത്തത് മനസ്സിലാക്കുക മക്കളെ. ബിഷ്ണോയി മൂവ്മെന്റ്, നർമ്മദ ആന്തോളൻ ബച്ചാവോ, ടെഹരി ഡാം കോൺഫ്ലിക്റ്റ് ഒക്കെ മൂവ്മെന്റ്സ് ആണ്. ഇതൊക്കെ നമ്മുടെ എൻവിറോൺമെന്റിനെ കൺസേർവ് ചെയ്യാനുള്ള മൂവ്മെന്റ്സ് ആണ് അല്ലെ, എൻവിറോൺമെന്റൽ മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, എൻവിറോൺമെന്റൽ മൂവ്മെന്റ്സ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ്. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാം മൂവ്മെന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഒക്കെ എക്സ്പ്ലെയിൻ ദീസ് മൂവ്മെന്റ്സ് എന്ന് വിചാരിച്ചു ചിപ്കോ മൂവ്മെന്റ്, ബിഷ്ണോയി മൂവ്മെന്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡീൽ ചെയ്ത മൂവ്മെന്റ്സിനെ കുറിച്ചാണ്. എൻവിറോൺമെന്റൽ മൂവ്മെന്റ്സ് അല്ലെ. ചിപ്കോ മൂവ്മെന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ബിഷ്ണോയി മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞു, നർമ്മദ ആന്തോളൻ ബച്ചാവോ എന്ന മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. നാലാമത്തെ ഏത് മൂവ്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത്? ടെഹരി ഡാം കോൺഫ്ലിക്റ്റിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സേവ് സൈലന്റ് വാലി അല്ലെ, സേവ് സൈലന്റ് വാലി എന്ന് പറയുന്ന മൂവ്മെന്റും ഉണ്ട് അല്ലെ. അപ്പൊ ഞാൻ കുറച്ച് മൂവ്മെന്റിന്റെ ഉള്ളു, നമ്മൾ കുറെ മൂവ്മെന്റിന്റെ കാര്യം പറഞ്ഞു പോയി. സേവ് സൈലന്റ് വാലി കൺസർവേഷൻ മൂവ്മെന്റ് അല്ലേ പറഞ്ഞേ, അതും ഓർക്കുക. സേവ് സൈലന്റ് വാലി. അപ്പൊ കുറെ ഞാൻ മൂവ്മെന്റ്സ് കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കുറച്ചൊന്ന് നോക്കി നോക്കുക. ജസ്റ്റ് മൂവ്മെന്റ്സിനെ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് പഠിച്ചാലും കുഴപ്പമില്ല. ജസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ജസ്റ്റ് ഇതൊക്കെ മൂവ്മെന്റ്സ് നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാ ഡാംസിന്റെയും പേര്, എല്ലാ ഈ ഒരു കൺസർവേഷൻ മൂവ്മെന്റ്സും നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.